ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ബൊഗൈൻവില്ലയും മറ്റ് തെച്ചിയും പ്ലാന്റുകളൊക്കെ ഇതുപോലെ വെട്ടി ഒരുക്കി ഒതുക്കി പെയിൻ്റൊക്കെ അടിച്ച് റീഅറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ ചെടികൾക്ക് ചെയ്യുന്ന വളപ്രയോഗത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു സമയത്ത് സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യത്തോടു കൂടി നമ്മുടെ ബൊഗൈൻവില്ലകളൊക്കെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുത്താലാണ് അടുത്തൊരു മാസം കൊണ്ട് ഒരു മാസം ആകുമ്പോഴത്തേക്കും നല്ല നിറയെ ഇല കാണാതെ പൂവിടുക കേട്ടോ. അപ്പോൾ അതിന് കൊടുക്കേണ്ട ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഒരു പാർട്ട് 1 ആണ് കഴിഞ്ഞ വീഡിയോ. അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മളിതിൻ്റെ വളപ്രയോഗമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഭാഗം ഒതുക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ ഒരു ദിവസമാണ് ചെയ്തത് കേട്ടോ. എല്ലാം ഒരു ദിവസം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ മാറി മാറിയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സൈഡിലുണ്ടായിരുന്ന പ്ലാന്റുകളൊക്കെ ഒന്ന് എടുത്ത് അത് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അത് ഉണങ്ങിയപ്പോൾ ഞാൻ ഈവനിങ്ങിൽ അതൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമായ ഒരു കാര്യമാണ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് 2ാം വട്ടം കൊടുന്ന് വെച്ചതും പോയി. എന്താണ് കേട് വന്നതെന്ന് അറിയില്ല. ഇപ്രാവശ്യം നിറയെ മുട്ടിട്ടു, 2 പൂവും വിരിഞ്ഞു കേട്ടോ. ബാക്കി മുട്ടുകളൊക്കെ കൊഴിഞ്ഞു പോയി, ഇലകളും കൊഴിഞ്ഞ് അങ്ങനെ അത് മൊത്തത്തിലും ഉണങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതപ്പോൾ പറിച്ചു നോക്കിയപ്പോഴേ അതിൻ്റെ വേരിനൊന്നും അങ്ങനെ കേടൊന്നും കാണാനില്ല. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. മെലസ്റ്റോമ ഞാൻ 2ാം വട്ടമാണ് കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നത്. അത് 2 വട്ടവും എനിക്ക് ശരിക്കും പിടിച്ച് കിട്ടിയില്ല, എന്താണെന്ന് അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ആ സൈഡും ഈ സൈഡൊക്കെ ഒന്ന് മാറ്റി തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അപ്പുറത്തെ സൈഡിലിരുന്നിരുന്ന പ്ലാന്റുകളാണ്, അതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു. ഈ സൈഡിലുണ്ടായിരുന്ന നമ്മുടെ അഗ്ലോണിമ ഒക്കെ അങ്ങോട്ടേക്ക് എടുത്തു വെച്ചു കേട്ടോ. ഒരു മാറ്റം, നമ്മൾ എന്നും ഒരേപോലെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളതല്ലേ നമുക്കൊരു സന്തോഷം. അപ്പോൾ അതങ്ങനെ എടുത്തു വെച്ചു. പിന്നെ ഈ സൈഡിലെന്ന് പറയുന്നത് കൂടുതലും ഞാൻ എന്തെങ്കിലുമൊക്കെ കമ്പുകൾ വെച്ച് പിടിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതാണ് ആ കൊച്ചു കൊച്ചു പാത്രങ്ങളിലിരിക്കുന്നതൊക്കെ അതാണ് കേട്ടോ. കമ്പുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പച്ച ജമന്തി, വെള്ള ജമന്തി, മഞ്ഞ ജമന്തി, അതിൻ്റെയൊക്കെ കമ്പുകൾ ഞാൻ നട്ട് പിടിപ്പിച്ച് തൈകളൊക്കെ വെച്ച് ഒന്ന് പുതിയ പ്ലാന്റ് ആക്കി എടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഈ സൈഡിലെ കാലത്ത് ഒരു 9 മണി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് വെയിലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല വെളിച്ചവും കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്യാനൊക്കെ നല്ല പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കമ്പ് വെച്ച് പിടിപ്പിക്കാനും നമുക്ക് എപ്പോഴും ഒരു നോട്ടവും കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതൊക്കെ അവിടെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വളപ്രയോഗമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. കുറേ പേര് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചു ഡ്രാഗൺ ഫ്രൂട്ടിന് എന്താണ് വളം ഇട്ട് കൊടുക്കുന്നതെന്നൊക്കെ. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നമുക്കെപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ചെടികളും എന്താ പറയുക, ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടോ പച്ചമുളകോ എന്താണെങ്കിലും നമ്മുടെ കയ്യിൽ എന്താണ്, അടുക്കളത്തോട്ടമാണോ അതോ പൂന്തോട്ടമാണോ, നമ്മുടെ എന്താണെങ്കിലും നമുക്ക് നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉള്ള ഒരു സാധനമാണ്, ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണിത്, മുട്ടത്തോട് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മുട്ട ഉപയോഗിക്കുന്നവരായിരിക്കും മിക്കവരും. എല്ലാവരും 99% വീടുകളിലും മുട്ട ഉപയോഗിക്കുന്നവരാണ്. ഈ മുട്ടത്തോട് അന്നാന്ന് ഉപയോഗിക്കുന്ന മുട്ടത്തോട് ഇതുപോലെ ഒന്ന് ഉണക്കി കവറുകളിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് തരം പ്ലാന്റിനും നമുക്ക് ഉപയോഗിക്കാം. ഫ്ലവറിങ് പ്ലാന്റ്സിനാണെങ്കിലും ഇലച്ചെടികൾക്കാണെങ്കിലും കായ്കൾ ഉണ്ടാകുന്നതിനാണെങ്കിലും വേപ്പായാലും പച്ചമുളകായാലും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഈ മുട്ടത്തോട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ കളയരുത് കേട്ടോ. അതിങ്ങനെ വെറുതെ ഇങ്ങനെ കൈകൊണ്ട് അങ്ങ് പൊടിച്ച് ചെടിയുടെ കടക്കിലിടുന്നേക്കാട്ടിലും ഇതുപോലെ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ ഈ ചാക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഓരോ കവറിൽ ഇങ്ങനെ നിറയുമ്പോൾ അത് പൊടിച്ചിട്ട് ഇങ്ങനെ കുപ്പികളിലാക്കി സൂക്ഷിച്ച് വെക്കും. നന്നായി ഉണക്കി പൊടിച്ച് മിക്സിയുടെ ഒരു പഴയ ജാറ് വെച്ചിട്ടുണ്ട് ഞാൻ ഈ ചെടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതിപ്പോൾ മുട്ടത്തോട് മാത്രമല്ല, ചാണകപ്പൊടി ആയാലും, ചാണകം ഇവിടെ കിട്ടാറുണ്ട് ആദ്യമൊക്കെ, ഇപ്പോൾ കിട്ടാനില്ല. കിട്ടുന്ന സമയത്ത് ഞാൻ ഉണക്കി വെക്കുമ്പോൾ നമുക്ക് കുറച്ച് കട്ടയായിട്ടാണല്ലോ കിട്ടുക. അപ്പോൾ അത് അങ്ങനെ ഇടുന്നതിന് പകരം ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഈ മുട്ടത്തോട് പൊടിയുന്ന പോലെ തന്നെ നമുക്ക് അതും പൊടിഞ്ഞു കിട്ടും കേട്ടോ. ചാണകപ്പൊടിയും പൊടിഞ്ഞു കിട്ടും. പിന്നെ ചില സമയത്ത് നമുക്ക് ആട്ടുംകാട്ടം കിട്ടാറുണ്ട്. മൈസൂരൊക്കെ പോയി വരുമ്പോൾ അപ്പോൾ ആട്ടുംകാട്ടം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതാണെങ്കിലും ഞാനിതുപോലെ ആ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ NPK 19 19 19 ആണ് കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി,
ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ കുറേ നാളായിട്ട് വാങ്ങിച്ച് ഇങ്ങനെ എന്താ പറയുക കട്ട കുത്തിയിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതും കൂടി അങ്ങ് അവസാനിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നും അധികം ആവശ്യമുള്ളൊരു സാധനമല്ല കേട്ടോ. ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ കുറേ നാളത്തേക്ക് അതിരിക്കും. ഇതിപ്പോൾ 1-2 കൊല്ലമായി എന്നാണ് തോന്നണം ഞാനത് വാങ്ങിച്ച് വെച്ചിട്ട് കേട്ടോ. അതും മുട്ടത്തോടും കൂടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഒരു അലർജിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ. ഇതിപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്നാണ് ഞാൻ നമ്മുടെ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ. അല്ല നമുക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ നമുക്ക് കിട്ടാനുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുന്നവർ ഒക്കെ ആണെങ്കിൽ, അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് അത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തോളൂ. അതും നല്ലതാണ്. ഇതൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ നമുക്ക് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അടുത്ത് ഷോപ്പില്ല, അല്ലെങ്കിൽ ചാണകപ്പൊടി ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മുട്ടത്തോട് എന്ന് പറയുന്നത്. ഈ മുട്ടത്തോട് പൊടിച്ച് വെറുതെ ഇങ്ങനെ പൊടിച്ചിട്ട് ഇത് ഓരോ സ്പൂണ് ഓരോ ചെടികളുടെയും കടക്കിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇത് മത്തി, നമ്മുടെ മീനുണ്ടല്ലോ മത്തി, ചാള, അതിൻ്റെ വേസ്റ്റ് വെല്ലം കൂടി ഇട്ടിട്ട് നമ്മുടെ ഫിഷ് അമിനോ ആസിഡൊക്കെ ഉണ്ടാക്കാമെന്ന് പറയില്ലേ, അതാണ് സംഭവം. നമ്മൾ എല്ലാവരും വീട്ടിൽ മീൻ വാങ്ങിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ മീൻ വാങ്ങിക്കുന്നതിൻ്റെ വേസ്റ്റ് നമ്മളിതുപോലെ ഒരു ചെപ്പിലിട്ട് വെച്ചിട്ട്, ഇപ്പോൾ 1 കിലോ മത്തിയുടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ 1 കിലോ വെല്ലം ഇടുക. അങ്ങനെ ഇട്ടിട്ട് അടച്ചു വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കൊല്ലത്തിന് മുകളിലായി ഇതും. ഈ ഒരു പാത്രം ഏകദേശം 3/4 ഉണ്ടായിരുന്നു. ഇത് ഒരു ദിവസത്തെ വേസ്റ്റ് ഒന്നല്ല കേട്ടോ ഞാനിടുന്നത്. ഇവിടെ ഓൾറെഡി നന്നാക്കിയിട്ടാണ്, ഒരു 90% നന്നാക്കിയിട്ടാണ് മീനൊക്കെ വാങ്ങിക്കുക. പിന്നെ വല്ല തല വെട്ടിക്കളയാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് നന്നാക്കാനുണ്ടാവുള്ളൂ. അങ്ങനെ വേസ്റ്റ് ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും ഇടയ്ക്ക് നമ്മൾ ചാണകവെള്ളം കലക്കി ഒഴിക്കുന്ന പോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് പഴത്തിൻ്റെ തോല്, നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ തോല്, നേന്ത്രപ്പഴം മാത്രമൊന്നുമല്ല റോബസ്റ്റ പഴം എല്ലാം ഉണ്ട് കേട്ടോ. അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചെറിയ പാത്രത്തിലാണ് ഇട്ട് വെക്കാറ്. ഇപ്രാവശ്യം ബക്കറ്റിൽ ഓണമൊക്കെ കഴിഞ്ഞില്ലേ, ഓണത്തിന് കുറച്ച് പഴത്തിൻ്റെ തോല് അധികം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ബക്കറ്റിലാക്കി ഇതുപോലെ അടച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് അധികം പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളങ്ങളാണ്. മുട്ടത്തോടായാലും ഈ മീനിൻ്റെ സംഭവങ്ങളാണെങ്കിലും കുറച്ച് വെല്ലം മാത്രമേ നമുക്ക് അതിന് എക്സ്ട്രാ ആവശ്യമായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ പഴത്തിൻ്റെ തോലാണെങ്കിലും ഒക്കെ ഇതൊക്കെ മാറി മാറി നമ്മൾ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ചെടികൾക്ക് എന്തെങ്കിലും ഒന്ന് കുറച്ചിട്ട് കൊടുത്തു, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമ്മുടെ ചെടികളിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ഇല കാണാതെ പൂവിടെന്ന് പറഞ്ഞ് കുറച്ച് മുട്ടത്തോട് പൊടിച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആ വഴിക്ക് പോയാൽ അത് കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. നമ്മൾ മാറി മാറി ഭക്ഷണങ്ങൾ കഴിക്കുന്ന പോലെ തന്നെ ചെടികൾക്കും മാറി മാറി വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതാണ് നിങ്ങളീ കാണുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് പഴത്തിൻ്റെ തോല് വെള്ളത്തിലിട്ടിട്ടുള്ള വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു ദിവസം നനയ്ക്കുന്നതിന് പകരം അത് ഒഴിച്ചു കൊടുക്കാം. ഒരു 10-15 ദിവസം കൂടുമ്പോഴൊക്കെ അതൊഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 10 ദിവസം കൂടുമ്പോൾ നമുക്ക് ഈ മീനിൻ്റെ ഫിഷ് അമിനോ ആസിഡിൻ്റെ ആ സംഭവം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ചാണകപ്പൊടിയും എല്ലുപൊടി അങ്ങനെയൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒരു 3 മാസം കൂടുമ്പോൾ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ല നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാസത്തിലൊരിക്കലൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു പിടി, നമ്മൾ കൈ കൊണ്ട് ഒരു പിടി 2 സ്പൂണ് ഒക്കെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ മാറി മാറി നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയും ആവശ്യത്തിന് വെള്ളം കൂടി കൊടുത്താലാണ് നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ ഇല കാണാതെ പൂക്കൾ തരിക എന്നാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ പച്ചമുളകാണെങ്കിലും, പച്ചമുളകൊക്കെ നമുക്ക് ഇലയില്ലാതെ മുളകുണ്ടാവും. ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിലും നിറയെ കായ് പിടിക്കാനും ഒക്കെ നല്ല ഒരു ഇതുപോലെ മാറി മാറി നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ എന്നും നനയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ എന്നും വരുന്ന വളമാണ് അരി കഴുകിയ വെള്ളം, കഞ്ഞിവെള്ളം, മീനൊക്കെ എന്നും ഉപയോഗിക്കുന്നവരാണെങ്കിൽ മീൻ കഴുകുന്ന വെള്ളം ഉണ്ടാവും, ഇറച്ചി കഴുകുന്ന വെള്ളം ഉണ്ടാവും. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട്, അത് ഞാൻ പല വീഡിയോസിലും പറയുന്നതാണ്. ഞാൻ രാവിലെ തൊട്ട് നമ്മൾ കഴുകുന്ന വെള്ളങ്ങളൊക്കെ ഒരു ബക്കറ്റിൽ ഒഴിച്ച് വെച്ചിട്ട് അതാണ് നമ്മൾ ചെടികൾക്ക് വൈകിട്ട് ഒഴിച്ചു കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോഴും അതും നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ല വളമാണ്. അപ്പോൾ കാശധികം മുടക്കി നമ്മുടെ ചെടികൾക്ക് വളം വാങ്ങിച്ചിട്ട് കൊടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വളം ഇടാനുള്ള പരിപാടിയിലാണ്. ഇതൊരു പഴയ കത്തി നമ്മുടെ ചെടികളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ചെടികളുടെ കടയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. 2-3 ദിവസമായിട്ടേ, 3 4-5 ദിവസമായിട്ട് ഫുള്ള് മഴയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഇട്ട
വീഡിയോ കുറച്ച് ദിവസം മുമ്പേ മഴയുടെയൊക്കെ മുമ്പ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വളപ്രയോഗത്തിൻ്റെ വീഡിയോയും കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. പിന്നെ മഴയൊക്കെ ആയപ്പോൾ വളം ഇടാനായിട്ട് പറ്റിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇത് പാർട്ട് 2 ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് നനഞ്ഞാണ് കിടക്കണേ. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ട്രേ ഉണ്ടല്ലോ, ആ ട്രേയിലൊക്കെ നിറയെ വെള്ളമാണ്. അപ്പോൾ ഞാൻ കുറേ വെള്ളമൊക്കെ ഇങ്ങനെ ചെരിച്ച് വെള്ളം കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിതുപോലെ ഒന്ന് മേൽമണ്ണ് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ കത്തി കൊണ്ടുവന്നിട്ട് മേൽമണ്ണൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 വർഷം പഴക്കമുള്ള ബൊഗേൻവില്ല പ്ലാന്റൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അതാണ് അതിൻ്റെ കടഭാഗം വണ്ണത്തിലും പിന്നെ ഒരു ബോൺസായി പോലെയൊക്കെ ആയിട്ടുണ്ട്. കാരണം വലുതാക്കി അങ്ങനെ പടർത്തി വിടാനൊന്നും പറ്റാത്തതുകൊണ്ട് എപ്പോഴും വെട്ടി നിർത്തുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ. പിന്നെ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരില പോലും ഇല്ലാതെ നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ നേരത്തെ ഇത് ഹാർഡ് പ്രൂണിങ് ചെയ്തതാണ് ആ മഴ തുടങ്ങുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊരു സോഫ്റ്റ് പ്രൂണിങ് ആയിട്ട് ചെയ്തു കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ കഴിഞ്ഞ് ഈ സൈഡിലും നമ്മൾ ഇതിൻ്റെ തെച്ചിയും ഒക്കെ നമ്മളിങ്ങനെ കടഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇളക്കാനുള്ള സൗകര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, നമ്മൾ ആ കുറച്ച് ഭാഗത്തുണ്ടായിരുന്ന ബ്രാഞ്ചുകളും ഇലകളും ഒക്കെ നുള്ളി കളഞ്ഞപ്പോൾ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ അടിയിൽ വളമിട്ട് കൊടുക്കാനും അതിന് ഇതുപോലെ കുത്തിയിളക്കി മണ്ണൊക്കെ ഒന്ന് കുത്തിയിളക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗത്തുള്ള ഇതൊക്കെ ഞാനിങ്ങനെ കുത്തിയിളക്കി. ഒരുപാട് വലിയ പ്ലാന്റുകളാണ് കൂടുതലും നമ്മൾ കുത്തിയിളക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തെച്ചിയാണെങ്കിലും ബൊഗേൻവില്ല ആണെങ്കിലൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിറയെ പൂവിടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളിതൊക്കെ ഒന്നിങ്ങനെ മണ്ണൊക്കെ മേൽമണ്ണൊക്കെ ഇളക്കി വളമിട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല നനഞ്ഞിരിക്കുന്ന മണ്ണായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ മണ്ണൊക്കെ ഇളക്കാനായിട്ട് പറ്റിയിട്ടാണ്. നിറയെ പൂവിട്ട് നിൽക്കുന്ന കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ആ പൂവിൻ്റെ അടുത്ത് വന്ന് എന്നുള്ള എൻ്റെ പ്രഹസനമാണ് കാണുന്നത് കേട്ടോ. നിറച്ച് ആ ചുമപ്പ് അത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയാണ് അതിങ്ങനെ നിറച്ച് പൂവിട്ടിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം ചെന്ന് നിന്നിട്ട് കാരണം ആ ട്രേലത്തെ വെള്ളമൊക്കെ അങ്ങനെ ഒഴിച്ച് കളഞ്ഞപ്പോൾ അവിടെയൊക്കെ അങ്ങനെ വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് അടിച്ചു വരാൻ പറ്റുന്നില്ല, ഒക്കെ ചളി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഒരു 10 മിനിറ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി നിന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ വളമിട്ട് കൊടുക്കാനായിട്ട് നിന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരുന്ന മുട്ടത്തോടും പിന്നെ NPK 19 അതും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് സ്പൂണ് എന്നൊക്കെ, സ്പൂണല്ല ഞങ്ങളൊക്കെ കഞ്ഞി കുടിക്കുന്ന പ്രായലക്കയിൽ എന്നൊക്കെ പറയും, അങ്ങനെ ഒരു സംഭവം കേട്ടോ. ഇതിൻ്റെ ഒരു കയ്യിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് ഓരോ പ്ലാന്റിനനുസരിച്ചിട്ടാണ്, പോട്ടിൻ്റെ വലിപ്പമനുസരിച്ച് പ്ലാന്റിൻ്റെ വലിപ്പമനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. ഓരോന്നിൻ്റെ കടക്കിലും ഓരോ ഇതായിട്ട് ഇട്ട് കൊടുക്കും. വളരെ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ കൈകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കും. വലിയ പോട്ടും വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തിട്ട്, നല്ല കാറ്റുണ്ട്, കാറ്റിന് അതിങ്ങനെ മുട്ടത്തോട് പൊടിച്ചത് ഇങ്ങനെ പറന്നു പോകുന്നതുകൊണ്ടേ ഞാനിങ്ങനെ ഒരു പാത്രത്തിലാക്കി എടുത്ത്, പിന്നെ നമുക്കിങ്ങനെ എല്ലാത്തിനും കൊണ്ട് നടക്കാനുമുള്ള സൗകര്യമാണല്ലോ, അതിനാണ് ഇങ്ങനെ ചെറിയൊരു പാത്രത്തിൽ എടുത്തിട്ട് സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ട് വന്നു, എന്നിട്ട് വീണ്ടും അതിൽ നിറച്ച് കൊണ്ടുപോവാണ്. ഇതുപോലെ നിറച്ച് കൊണ്ടുപോയിട്ട് നമ്മൾ ഓരോന്നിനും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, എന്നോട് കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് എന്ത് വളമാണ് ഇട്ട് കൊടുക്കുകയെന്ന് ചോദിച്ചു. ഡ്രാഗൺ ഫ്രൂട്ടിനും ഞാൻ ഈ പറഞ്ഞ വളങ്ങളൊക്കെ തന്നെയാണ് ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നത്. അന്നാന്ന് നനയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന കഴുകിയ വെള്ളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഈ മുട്ടത്തോട് ഈ NPK നിർബന്ധമുള്ളൊരു കാര്യമല്ല, ഞാൻ ഉള്ള കാരണം കൊണ്ട് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. പൂക്കളുണ്ടാവുന്ന ചെടികൾക്കൊക്കെ അത് നല്ലതാണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ അതങ്ങനെ കുറേ നാളത്തേക്ക് ഉണ്ടാവും. നമ്മളിത് അധികം ഒന്നും ഇട്ട് കൊടുക്കില്ലല്ലോ, അപ്പോൾ അത് കുറേ നാളായിട്ട് അതവിടെ ഇരിക്കുന്നതായതുകൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ മുട്ടത്തോട് പൊടിച്ചത് നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, എല്ലുപൊടി അതൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ആട്ടം കാഷ്ടം കിട്ടാനുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ എല്ലാ ചെടികൾക്കും ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേപ്പ്, ടെറസിലിരിക്കുന്ന വേപ്പ് എന്തോ പുഴു വന്ന് തിന്നു പോകുന്നുണ്ട്, അതിനെന്താ ചെയ്യാമെന്ന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. എനിക്കിവിടെ അങ്ങനെ പുഴു തിന്നു പോകുന്ന ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ചില ഇലകളുടെ അടിയിൽ മറ്റ് പ്ലാന്റിനൊക്കെ വരുന്ന പോലെ തന്നെ ഈ വെള്ളീച്ച പോലെ വരുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ സോപ്പ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വേപ്പൊക്കെ ഇല ചില സമയത്ത് ഇങ്ങനെ കറുത്ത് ഓട്ട വരും കുറേ നാൾ, ചില സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാലാവസ്ഥയുടെ ആണോ ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വല്ല പുഴു തിന്നു പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ പുഴുവിനെയൊന്നും കണ്ടിട്ടില്ല.
അങ്ങനെ വരുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം അങ്ങ് വെട്ടിക്കളയും, ഒരു ഇല പോലും ഇല്ലാതെ മൊത്തം ഹാർഡ് പ്രൂണിങ് ചെയ്യില്ലേ നമ്മൾ, അതുപോലെ അങ്ങ് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ പിന്നെ അത് പുതിയത് പൊടിച്ച് വരുന്നതൊക്കെ നല്ല അടിപൊളി ഇലകളായിട്ടും യാതൊരു കേടും ഒന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെറിയ ചെടികൾ തൊട്ട് വലിയ പ്ലാന്റുകൾ തൊട്ട് എല്ലാത്തിനും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ ചെറിയ പോട്ടുകളിൽ ഇരിക്കുന്നുണ്ട് റൂബി പ്ലാന്റ്, പിന്നെ സ്പൈഡർ പ്ലാന്റ്, റിയോ പ്ലാന്റ് ഒക്കെ, അതിനൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഞാൻ ആദ്യം ഇങ്ങനെ സ്പൂൺ വെച്ച് ഇട്ട് കൊടുത്ത് പോയതേ ഒരു വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഒരു സ്പൂണ് ചുറ്റും ഇട്ട് കൊടുത്ത് അപ്പം തന്നെ കൈകൊണ്ട് ഒന്നിങ്ങനെ നന്നായിട്ട് ആ മണ്ണിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇരിക്കും കേട്ടോ. കണ്ടോ, നന്നായിട്ടൊന്ന് ആ മണ്ണിലൊന്ന് മേൽമണ്ണ് നമ്മൾ ഇളക്കിയിട്ടിട്ടുണ്ടല്ലോ അതിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ എല്ലാ പ്ലാന്റിനും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനും നമ്മൾ നമ്മുടെ ഈ ഒരു മുട്ടത്തോടും NPK കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി എല്ലിപ്പൊടിയൊക്കെ കിട്ടുന്നവർ ഞാൻ വീണ്ടും 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 പറയുന്നു, കിട്ടാനുള്ളവർ ഇട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്ത് സാധനമാണോ ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് ഏത് ചെടിക്കും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇന്ന് ഞാൻ നനയ്ക്കുന്നില്ല, നിങ്ങൾ കണ്ടല്ലോ എല്ലാ ട്രേയിലും നിറച്ച് വെള്ളമൊക്കെ ആയിട്ട് നല്ല മഴ 2-3 ദിവസമായിട്ട് കിട്ടിയ കാരണം കൊണ്ട് ഞാൻ ഇന്ന് നനച്ചു കൊടുക്കുന്നില്ല, നാളെ നനയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി രാത്രി മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും ഞാൻ നനയ്ക്കും കൂടി ചെയ്താൽ ആകെ കേടുവന്ന് പോവും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മുടെ പച്ചമുളകൊക്കെ നിറയെ പൂവല്ല കായിട്ട് നിൽക്കുന്നത് കണ്ടോ. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനും ഞാൻ ഇതേ വളം തന്നെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഈ ഒരു കായ്കൾ കുറച്ചൊരു 5-8 കായ് കൂടി ഉണ്ട്, അതും കൂടി പഴുത്ത് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ കട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കട്ടിങ്സ് വേണ്ടവർ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കട്ടിങ്ങിന് 50 രൂപ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയമാണ്, നമ്മുടെ 2ാം വട്ടം കായ ഉണ്ടാവല് കഴിഞ്ഞു, ഇനി കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ കണ്ടോ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. കുറേ പേര് നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് കണ്ടോ. ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ നിറച്ച് ബ്രാഞ്ചുകൾ വരും കണ്ടോ. അവിടെ കട്ട് ചെയ്തതിൻ്റെ അവിടെ നിന്ന് 3-4 ബ്രാഞ്ചുകളൊക്കെ വന്നേക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ ബ്രാഞ്ചുകൾ വരും. അപ്പോൾ അതിന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റെഡ് ആണ് കേട്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, നല്ല റെഡ് കളറിലുള്ളതാണ്, ഉള്ളിൽ നല്ല കളറായിട്ടുള്ള ഈ കളറിലുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഞാൻ പല റിവ്യൂസ് കണ്ടു കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അത് ടേസ്റ്റ് ഇല്ല, വെറുതെ കാശ് പോയി എന്നൊക്കെ. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മളൊരു കമ്പ് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ആ മൂപ്പും പഴുപ്പും പാകും ആയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന പോലത്തെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ഒരു റെഡ് വെറൈറ്റി കേട്ടോ. ഇതിൻ്റെ വെറൈറ്റിയുടെ പേരൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ നിറയെ കായ ഉണ്ടായിട്ടുള്ള നമ്മുടെ പ്ലാന്റാണ്. അപ്പം ഈ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം, ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള മുളകിനും റോസിനും മുല്ലയ്ക്കും അങ്ങനെ എല്ലാത്തിനും ഇട്ട് കൊടുത്തു. ഈ സൈഡിലുള്ള നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഈ പ്ലാന്റിൻ്റെ പേരെന്താ മറന്നുപോയി, അഗ്ലോണിമ, അങ്ങനെ ഇവരെ എല്ലാത്തിനും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തു. ബൊഗെയിൻവില്ലയ്ക്കും പിന്നെ തെച്ചി അങ്ങനെ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ്സിനാണ് നമ്മൾ കൂടുതലായിട്ട് അത് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സിനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം പ്ലാന്റൊക്കെ നാശമായിട്ടിരിക്കുകയാണ് കണ്ടോ. കുറച്ച് നാൾ ഞാൻ നോക്കാതിരുന്നപ്പോഴും പിന്നെ ആ മഴയും വെയിലൊക്കെ ഇങ്ങനെ മാറി വന്ന് അതിൻ്റെ ഇടയിലൊക്കെ കേടുവന്ന് പോയിരിക്കുകയാണ് കേട്ടോ. കുറേ പ്ലാന്റുകൾ 1-2 പ്ലാന്റ് മാത്രമാണ് നന്നായി നിൽക്കുന്നത്, ബാക്കിയൊക്കെ കേടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മാറ്റി കണ്ടോ. നമ്മുടെ ടർട്ടിൽ വൈനൊക്കെ നിൽക്കുന്നതൊക്കെ ഉള്ളിലൊക്കെ കരിഞ്ഞു പോയിട്ട് ഒരു സൈഡ് നന്നായിട്ടും ഒരു സൈഡ് കരിഞ്ഞൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഞാനതങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നാൾ ഞാൻ വയ്യാതൊക്കെ ആയപ്പോൾ ഇട്ട് കൊടുക്കാതെയും ഒക്കെ ആയിട്ട് നമ്മുടെ നോക്കുന്ന കുറവ് കൊണ്ടാണ് കേട്ടോ. നമ്മൾ പരിചരണം കുറയുമ്പോഴാണ് നമ്മുടെ ചെടികൾ നശിച്ചു പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പരിചരണം എല്ലാ ദിവസവും നമ്മളതിന് ചെയ്തു കൊടുക്കേണ്ട പരിചരണം കൃത്യമായിട്ട് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇതുപോലെയൊക്കെ കേടുവന്നു പോവും. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടേ പുതിയതായിട്ട് നമ്മൾ മറ്റേ പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്ത പോലെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സും അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് വളമിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് കിടക്കുന്ന ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഏരിയ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ റീഅറേഞ്ച്മെൻറ്റും അതിന് വളമിട്ട് കൊടുക്കലും ഒക്കെ ആയിട്ട് അത് പിന്നീട് ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെടിയുടെ വളമിട്ട് കൊടുക്കുന്ന നമ്മുടെ ഈ ഒരു വീഡിയോയും എൻ്റെ ഗാർഡനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന തെച്ചിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.